ഇടക്കൊച്ചി ശ്മശാനം റോഡിൽ ജനവാസ മേഖലയിൽ വർക്ക്ഷോപ്പിന്റെ മറവിൽ മാലിന്യ വണ്ടികൾ പാർക്ക് ചെയ്ത് കാനകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതുമൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് പടർന്നു പിടിക്കുവാൻ ഇടയാക്കുന്ന രീതിയിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരം അനധികൃത മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്നും അധികാരികൾ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും പ്രദേശവാസികൾ. ഇടക്കൊച്ചി ശ്മശാനം റോഡിൽ ജനവാസ മേഖലയിൽ വർക്ക്ഷോപ്പിന്റെ മറവിൽ മാലിന്യ വണ്ടികൾ പാർക്ക് ചെയ്ത് കാനകളിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കി ജനങ്ങൾക്ക് ദുരിതം. ആയിരക്കണക്കിന് ജനങ്ങൾ നിത്യവും യാത്ര ചെയ്യുന്ന ഇടക്കൊച്ചി ശ്മശാനം റോഡിലാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയ മാലിന്യ വണ്ടികളുടെ അനധികൃത പാർക്കിംഗും കാനകളിലേക്ക് വാഹനത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങളുടെ നിക്ഷേപവും നടക്കുന്നത്. പ്രദേശത്തെ സ്ലൂയിസ് ഒരു വെള്ളക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി അടച്ചിട്ടിരിക്കുന്നതിനാൽ കാനകൾ നിറയെ കക്കൂസ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അവിടെ ജീവിക്കുവാനാവാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെ സെപ്റ്റംബർ നോക്കി കാണേലി വെളുക്കണേണ്. രാത്രിയാകുമ്പോൾ 12 മണിയാകുമ്പോൾ തുടങ്ങും. ഇന്ന് വെളുക്കുന്ന ആൾക്കാർ കാണുന്നത് ഇങ്ങനെ കാണാതെ സെപ്റ്റി ടാങ്കിന്റെ മാലിന്യം കൂടി കിടക്കും. 1 മാസത്തിന് മേലെ ഇപ്പോൾ പിള്ളേർക്ക് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നു. കാരണം എന്താണെന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഞാൻ ഓട്ടോറിക്ഷ ഇവിടെയാണ് ഇടുന്നത്. ഇന്ന് എടുക്കാൻ വന്നിട്ട് ഛർദ്ദിക്കാൻ തന്നെയായിരുന്നു. ഇത്രയും നേരം എന്ത് സ്മെല്ലാണെന്ന് അറിയാമോ. കാനയുടെ സ്ലാബുകൾ ഉയർത്തിമാറ്റിയും കാനയുടെ സ്ലാബുകളുടെ വിടവിലൂടെയുമാണ് മാലിന്യം ഒഴുക്കിവിടുന്നത്. വീടുകളിൽ നിന്ന് 5000 മുതൽ 10000 രൂപ വരെ ഈടാക്കി ടാങ്കർ ലോറികളിൽ ശേഖരിക്കുന്ന കക്കൂസ് മാലിന്യമാണ് അനധികൃത വർക്ക്ഷോപ്പിന്റെ മറവിൽ റോഡരികിൽ വാഹനം നിർത്തി കാനകളിലേക്ക് ഒഴുക്കിവിടുന്നത്. ഈ ടാങ്കർ ലോറിക്കാരോട് ഒന്നിച്ചും ഉള്ള സെപ്റ്റി ടാങ്കിലെ വേസ്റ്റ് മുഴുവനും നമ്മുടെ ഈ കാനയിൽ കൊണ്ടുവന്ന് അടിക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഇത് മുഴുവനും നമ്മുടെ ടാങ്കിലേക്ക് അടിച്ചു വിടുന്നത്. ഇത് ടാങ്കിൽ ഈ കാനയിൽ കെട്ടിക്കിടന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് ആർക്കും നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ഇത് ഷട്ടർ ഇട്ടേക്കണോണ്ട് മറ്റുള്ളവർ അറിയുന്നില്ല. അതേസമയം വെള്ളം കയറുന്ന സമയത്താണ് ഇത് ഷട്ടർ നമ്മൾ തുറക്കണമെങ്കിൽ ഇത് മുഴുവൻ ആ റോട്ടിലും കയറി ആ പരിസരത്തുള്ള വീടുകളിൽ മുഴുവൻ കയറും. സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് പടർന്നു പിടിക്കുവാൻ ഇടയാക്കുന്ന രീതിയിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരം അനധികൃത മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്നും അധികാരികൾ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ വന്നേട്ടോ. എറണാകുളത്ത് ഏത് ഷോപ്പിനെക്കാട്ടും ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെന്റ് ഫിലോമിന സ്റ്റോഴ്സ്. വിശ്വാസ്യതയോടെ നമുക്ക് ഫോണുകൾ എടുക്കുന്നതിന് കൂടെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. നമുക്കിവിടെ സർവീസ് അവൈലബിൾ ആണ്.